ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് സിമ്പിൾ എക്സ്പെരിമെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലെ ആദ്യത്തേത് എന്താണെന്ന് അറിയാമോ? ബലൂൺ ബോട്ട്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. കമോൺ. ആദ്യം നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പെട്ടിയാണ്. ഇതിൽ നമ്മളിവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്ട്രോ ഇതിനകത്ത് കയറ്റുക. എന്നിട്ട് ഒരു ബലൂൺ ഈ സ്ട്രോയിൻ്റെ ഇവിടെയായിട്ട് വെച്ച് കൊടുക്കുക. നൂലോ റബ്ബർ ബാൻഡോ വെച്ച് ഇത് കാറ്റ് നമ്മൾ ഊതുമ്പോൾ കാറ്റ് വെളിയിൽ പോകാത്ത രീതിയിൽ കെട്ടി വെക്കുക. ഇതുപോലെ നമ്മൾ ബലൂൺ സ്ട്രോയിൽ കെട്ടണം, എന്നിട്ട് ഊതണം. ഇതേപോലെ ബലൂൺ വീർപ്പിച്ചെടുക്കണം. എന്നിട്ട് സ്ട്രോയിൻ്റെ അറ്റത്ത് ഇങ്ങനെ പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ കാറ്റ് വെളിയിൽ പോകും. ഇനി നമ്മൾ പാത്രത്തിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ഈ ബലൂൺ ബോട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. അയ്യോ കിട്ടോ? ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോണ എക്സ്പെരിമെന്റ് ആണ് റോക്കറ്റ് ബലൂൺ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യം ഒരു സ്ട്രോയിൻ്റെ അകത്ത് നൂല് കടത്തിയിട്ട് അതൊരു വശത്ത് കെട്ടിവെക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇതേപോലെ ഊതിയ ഒരു ബലൂൺ അതിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഇനിയൊന്ന് ഇത് വിട്ടു നോക്കട്ടെ. ഈ രണ്ട് എക്സ്പെരിമെന്റിലും ബലൂൺ എങ്ങനെയാണ് സഞ്ചരിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? സ്ട്രോ റിലീസ് ചെയ്തപ്പോഴാണ് ബലൂണിലുള്ള വായു പുറത്തേക്ക് പോയി വായു പോകുന്നതിന്റെ എതിർദിശയിലേക്ക് ബലൂൺ സഞ്ചരിച്ചത്. വായുവിന് ശക്തിയുണ്ട് എന്ന് തെളിയിക്കുന്ന രണ്ട് പരീക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത്. വായുവിന് ശക്തിയുള്ളത് കൊണ്ടാണ് ബലൂണിലെ വായു പുറത്തു പോയപ്പോൾ വായുവിന്റെ എതിർദിശയിലേക്ക് ബലൂൺ സഞ്ചരിച്ചത്. ഓക്കെ, ബൈ.